ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞാനിന്ന് എൻ്റെ അപ്പാപ്പൻ്റെ വീട്ടിലാണ് കേട്ടോ, ആര്യനാട്. അപ്പം രാവിലെ ഞാൻ എന്താ എണീറ്റ് അടുക്കളയിലാണ് വന്നിരിക്കുന്നത്. രാവിലെ ഞാൻ കുറച്ച് മൂഡ് ഔട്ടാണ്. ഞാൻ അമ്മേരുടെ അടുത്ത് മാത്രമേ പോകുന്നുള്ളൂ, വേറെ ആര് വിളിച്ചിട്ട് ഞാൻ പോണില്ല. അമ്മ ഇപ്പം കാപ്പിയൊക്കെ ഉണ്ടാക്കിയേനെ രാവിലത്തേക്ക്. പിന്നെ എണീറ്റുടനെ അമ്മ എനിക്ക് വെള്ളം തരും. പിന്നെ ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ അമ്മ നിർബന്ധിച്ചപ്പോൾ ഒരു വാ കുടിച്ചു. പിന്നെ അപ്പാപ്പ വന്നു. അപ്പാപ്പ റോഡിലെവിടെ പോയിരുന്നു കേട്ടോ. അപ്പാപ്പ വന്നു കുറച്ച് നേരം. പിന്നെ അപ്പാപ്പൻ്റെ എടുത്ത് അപ്പാപ്പേനെ എടുത്ത് അവിടെ നമ്മളിപ്പോൾ പുതിയൊരു കോഴിക്കൂടൊക്കെ വെച്ചിട്ട് കുറച്ച് കോഴിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ കോഴിയൊക്കെ ഞാനിരുന്ന് നോക്കിയാണ്. അതൊക്കെ കഴിഞ്ഞ് കണ്ടു, എൻ്റെ കോഴികൾ കണ്ടു. പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് കുറച്ച് പാട്ടൊക്കെ പാടാൻ പറഞ്ഞിട്ട് ഞാൻ പാടണമൊന്നുമില്ല ഗൈസ്. പിന്നെ അങ്ങനെ ഇരുന്ന് ഗൈസ്, എനിക്കൊരു ഇതില്ലായിരുന്നു ഗൈസ് ഒന്നും. പിന്നെ കുറച്ച് നേരം അച്ഛൻ്റെ അടുത്തൊക്കെ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അച്ഛൻ കളിക്കാൻ പോകണമെന്ന് പറയുന്നത്. അച്ഛൻ ഭയങ്കര ക്രിക്കറ്റ് കളിയാണ്. ഒരു ദിവസം പോലും അച്ഛൻ വീട്ടിൽ ഇരിക്കൂല. അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് പോകണ്ടെന്ന് പറയുന്നതാണ് കേട്ടോ. എൻ്റെ അച്ഛൻ വന്ന് എന്നെ സോപ്പ് ഇടണതാണ്, അച്ഛൻ കളിക്കാൻ പോകുമെന്നൊക്കെ. പക്ഷേ ഞാൻ സമ്മതിക്കൂല, പോണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അച്ഛൻ കേൾക്കൂല. അത് കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യാൻ തന്നെ അമ്മ. ബ്രഷ് ചെയ്തുകൊണ്ട് അച്ഛൻ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അച്ഛന് കളിയില്ലാതെ ഒന്നുമില്ല, എപ്പോഴും അച്ഛൻ കളിക്കാൻ പോകും. പിന്നെ അച്ഛൻ എനിക്ക് കാപ്പി ഇടിയപ്പവും ചിക്കൻ കറിയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പോയി ഗായ്സ്. എന്നിട്ട് എൻ്റെ അടുത്ത് പോകില്ലാന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയി. പിന്നെ ഞാനും അമ്മയും കൂടി ടെറസിൻ്റെ മുകളിൽ തുണി വിരിക്കാൻ വേണ്ടി കയറി. ഇതൊക്കെ കുറച്ച് ചെടികളായിരുന്നു, ഇഷ്ടംപോലെ ചെടിയുണ്ടായിരുന്നു. ഇപ്പം ആരും ഇല്ലാത്തതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം വാടിപ്പോയി. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് മിച്ചറുണ്ടായിരുന്നു, ഞാൻ അതും കൊണ്ട് വന്ന് അമ്മ തുണി വിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വിരിച്ചാൽ നല്ല വെയിലുള്ളതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. കൂടുതൽ എൻ്റെ തുണികളാണ് കേട്ടോ. തുണികളൊക്കെ വിരിച്ചപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ പഴയ ഒരു സൈക്കിൾ ഇരിക്കുന്നു ഗായ്സ്. എനിക്കിത് 1 വയസ്സായപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇത് പഴയ ഒരു സൈക്കിളാണ്. പക്ഷേ ഇത് ഓടിക്കാനൊന്നും പറ്റില്ല. അതിലിങ്ങനെ പാട്ടൊക്കെ കേൾക്കുമായിരുന്നു, അതൊക്കെ ഇല്ലാതായി. അപ്പോൾ എനിക്കത് ഓടിക്കാൻ പറ്റണില്ല. വെയിലായതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി. പിന്നെ കിളിയൊക്കെ കുറച്ച് ഇലയൊക്കെ പറിച്ചിട്ട് കൊടുത്തു. കുറച്ച് കിളികളുണ്ട്, നല്ല കിളികളാണ് കേട്ടോ. കുറേയൊക്കെ പറന്നു പോവും, കുറേയൊക്കെ കിടക്കും. കുഞ്ഞുങ്ങളൊക്കെ ആ കുടത്തിൻ്റെ അകത്തൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കിളിയൊക്കെ ഇലയൊക്കെ കൊടുത്തിട്ട് പിന്നെ കുറേ ചവറുണ്ടായിരുന്നു. കരിയില, ഇവിടെ ഭയങ്കര മരങ്ങളായതുകൊണ്ട് എപ്പോഴും കരിയില കാണും. അങ്ങനെ കരിയില അമ്മ തൂത്തോണ്ട് നിന്നപ്പോൾ പിന്നെ ഞാനും കൂടി ചെന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല ഗൈസ്. അത് കഴിഞ്ഞപ്പോൾ അപ്പാപ്പ എനിക്ക് ഐസ്ക്രീമും കൊണ്ടുവന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം. പിന്നെ അപ്പാപ്പൻ്റെ മടിയിലിരുന്നതിന് ഞാൻ ഐസ്ക്രീമൊക്കെ കഴിച്ച്. അത് കഴിഞ്ഞിട്ട് അപ്പാപ്പൻ കുറച്ച് മഞ്ഞളൊക്കെ എനിക്ക് തന്നു കേട്ടോ. പക്ഷേ എനിക്കിഷ്ടമല്ല മഞ്ഞളൊക്കെ ഇങ്ങനെ ദേഹത്തൊക്കെ തേക്കണത്, എനിക്ക് ഇഷ്ടമല്ല. എങ്കിൽ അപ്പം കുറച്ച് മഞ്ഞളൊക്കെ തന്നതുകൊണ്ട് ഞാനത് വാങ്ങിയൊക്കെ വച്ചേ. പിന്നെ വെയിലായതുകൊണ്ട് എനിക്കിങ്ങനെ തലയിൽ കെട്ടിയൊക്കെ തന്നേ. അങ്ങനെ മഞ്ഞളൊക്കെ എടുത്തിട്ട് നമ്മൾ മരിച്ചിനി എടുക്കാൻ പോയി. അവിടെ ഇവിടെ എല്ലാം ഉണ്ട്, ഇഷ്ടംപോലെ ഇങ്ങനെ സാധനങ്ങൾ. ചാമ്പയ്ക്കൊക്കെ ഉണ്ട്, പക്ഷേ ചാമ്പയ്ക്ക ആയില്ല. അത് കഴിഞ്ഞത് മരിച്ചിനിയൊക്കെ എടുത്തു. കുറേ വീട്ടിൽ തന്നെ നട്ടിരിക്കുന്നതാണ് കേട്ടോ മരിച്ചിനി എടുത്തിട്ട് കാച്ചിൽ വെട്ടാൻ പോയി. കാച്ചിലും അങ്ങനെ തന്നെ ഉണ്ട്, കുറേ കാച്ചിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരു കാച്ചിലാണ് തന്നത്. കാച്ചിലൊക്കെ വെട്ടി എൻ്റെ കയ്യിൽ കപ്പലിൻ്റെ മുട്ടായി ഇരിക്കുകയാണ്. വലിയ കാച്ചിലായിരുന്നു. അപ്പനെ കൊണ്ട് പറ്റിയില്ല എടുക്കാനെങ്കിൽ അപ്പൻ എങ്ങനെയൊക്കെയോ അത് ആ സാധനം വെച്ചിട്ടൊക്കെ എടുത്തു കേട്ടോ. കണ്ടോ, വലിയ കാച്ചിലാണ് കണ്ടോ. എനിക്കിഷ്ടമല്ല ഇതൊന്നും. അത് കഴിഞ്ഞ് ചോറ് കഴിക്കാൻ പോയി. ചോറും ബീഫും ആയിരുന്നു. ഇപ്പം ചോറ് ഞാൻ കഴിക്കാമെന്ന് വലിയ കാര്യത്തിലിരിക്കുകയാണ്. ഞാൻ ബീഫ് കഴിച്ചില്ല, കുറച്ച് ചോറ് മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് നേരം കളിച്ച്. എനിക്കിത് ഇതിൽ കയറി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ടാറ്റാ.